നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. എല്ലാ സിസിടിവി പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. പ്രധാന വാർത്തകളിലേക്ക്. മാനവകുലത്തിന്റെ പാപപരിഹാരത്തിനായി മണ്ണിൽ അവതരിച്ച വിണ്ണിലെ രാജകുമാരനെ വരവേൽക്കാനൊരുങ്ങി ലോകം. എളിമയുടെയും പരസ്പര സ്നേഹത്തിന്റെ വെളിച്ചം പകർന്ന് കാലിത്തൊഴുത്തിൽ പിറവിയെടുത്ത ദൈവപുത്രന്റെ ജനനം കോവിഡ് നിയന്ത്രണങ്ങളോടെ ആഘോഷിക്കാനൊരുങ്ങി നാട്. സിസിടിവി പ്രേക്ഷകർക്ക് ആശംസകൾ നേർന്ന ഇടയശ്രേഷ്ഠർ. അന്തരിച്ച പ്രശസ്ത സിനിമാ സംവിധായകൻ ഷാനവാസ് നരണിപ്പുഴയ്ക്ക് ജന്മനാട് വീട് നൽകി. ഖബറടക്കം നടന്നത് നരണിപ്പുഴ റഹ്മാനിയ മസ്ജിദ് ഖബർസ്ഥാനിൽ. പൊതുരംഗത്തെ നിരവധി പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് വരുന്ന ഭക്തർക്കും വിവാഹ സംഘങ്ങൾക്കും കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി കളക്ടർ പുറത്തിറക്കിയ ഉത്തരവ് ഭേദഗതി ചെയ്തു. രോഗലക്ഷണങ്ങൾ ഉള്ളവർ സർട്ടിഫിക്കറ്റ് നൽകിയാൽ മതി. ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ 5 പേർക്ക് കൂടി കോവിഡ്. തൃശൂർ ജില്ലയിൽ 591 പേർക്ക് കൂടി രോഗം. കഴിഞ്ഞ ദിവസം കാണാതായ യുവാവിനെ എരുമപ്പെട്ടി കരിയന്നൂരിലെ കരിങ്കൽ ക്വാറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് ചിറ്റണ്ട തൃക്കണപതിയാരം അരിമണ്ണിൽ 23 വയസ്സുള്ള ആരോമൽ. കർഷകർക്ക് ആശ്വാസമായി വാഴാനി ഡാം തുറന്നു. ആറ്റത്ര പാടശേഖരങ്ങളിൽ വെള്ളമെത്തി. നടപടി സിസിടിവി വാർത്തയെ തുടർന്ന്. ഉദ്യോഗസ്ഥരുടെ കുറവ്. കുന്നംകുളത്ത് ലീഗൽ മെട്രോളജി ഓഫീസ് പ്രവർത്തനം താളം തെറ്റുന്നു. മീറ്റർ സീലിംഗിനായി എത്തിയ ഓട്ടോകൾ മൂലം ഗതാഗതം തടസ്സപ്പെടുന്നതും പതിവാകുന്നു. വാർത്തകൾ വിശദമായി. പ്രതീക്ഷയുടെ ക്രിസ്മസ്. മാനവകുലത്തിന്റെ പാപപരിഹാരത്തിനായി മണ്ണിൽ അവതരിച്ച വിണ്ണിലെ രാജകുമാരനെ വരവേൽക്കാനൊരുങ്ങി ലോകം. എളിമയുടെയും പരസ്പര സ്നേഹത്തിന്റെ വെളിച്ചം പകർന്ന് കാലിത്തൊഴുത്തിൽ പിറവിയെടുത്ത ദൈവപുത്രന്റെ ജനനം ആഘോഷിക്കാനൊരുങ്ങി ലോക ജനത. കോവിഡ് എന്ന മഹാമാരിയുടെ പശ്ചാത്തലത്തിലാണ് ഈ വർഷം ലോകം ക്രിസ്തുമസ് ആഘോഷിക്കുന്നത്. ക്രിസ്തുവിന്റെ പിറവിയുടെ വിളംബരം അറിയിച്ച് നാടെങ്ങും സ്തുതിഗീതങ്ങളുമായി ഇറങ്ങുന്ന കരോൾ സംഘങ്ങളുടെയും മറ്റ് ആഘോഷങ്ങളുടെ അഭാവം ക്രിസ്തുമസിന്റെ മാറ്റ് കുറച്ചിട്ടുണ്ടെങ്കിലും ദേവാലയങ്ങളിലും ഭവനങ്ങളിലും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ക്രിസ്തുമസ് ആഘോഷിക്കാനൊരുങ്ങിയിരിക്കുകയാണ് ലോകജനത. മണ്ണിലെ മനുഷ്യന്റെ മഹാപാതകങ്ങൾക്ക് സ്വയം ബലിയായി മാറുന്നതിനായി പിറവിയെടുത്ത ദൈവകുമാരൻ കാലികൾ കിടക്കുന്ന പുൽത്തൊഴുത്തിൽ അവതരിച്ചതിന്റെ സ്മരണ പുതുക്കൽ കൂടിയാണ് ക്രിസ്തുമസ് ആഘോഷം. സ്വർഗം വിട്ടിറങ്ങിയ മാലാഖമാർ ആട്ടിടയന്മാരോട് സദ്വാർത്ത അറിയിക്കുകയും തിരുകുമാരനെ കാണാനെത്തിയ രാജാക്കൾക്കും ആട്ടിടയർക്കും നക്ഷത്രം വഴികാട്ടുകയും ചെയ്തതിന്റെ കൂടി ഓർമ്മകളിലാണ് ലോകം തിരുപ്പിറവി ആഘോഷത്തിലേക്ക് പ്രവേശിക്കുന്നത്. മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ദേവാലയത്തിൽ മാനദണ്ഡമനുസരിച്ചാണ് നടത്തുക. ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ച എണ്ണം ആളുകൾക്കാണ് ദേവാലയത്തിലെ തിരുകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അനുമതിയുണ്ടാവുക. കഴിഞ്ഞ 9 മാസത്തിലേറെയായി കോവിഡ് മൂലം പ്രതിസന്ധിയിലാണെങ്കിലും പരിമിതികൾക്കുള്ളിലും ക്രിസ്തുമസ് ആഘോഷിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് നാടും നാട്ടുകാരും. മഹാമാരിയുടെ കെടുതികളിൽ നിന്നും മോചനം നേടി പുതിയ വെളിച്ചത്തിലേക്ക് പ്രവേശിക്കാൻ പ്രത്യാശ നൽകുന്നതാകട്ടെ ദൈവപുത്രന്റെ തിരുപ്പിറവിയെന്നാണ് ഏവരുടെയും പ്രാർത്ഥന. ന്യൂസ് ഡെസ്ക് സിസിടിവി. ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമ മേലധ്യക്ഷൻ പരിശുദ്ധ മൊറൻ മോർ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ നേർന്നു. പകർച്ചവ്യാധിയുടെ കാലത്ത് ലക്ഷക്കണക്കിന് പേരാണ് ദുരിതങ്ങൾ അനുഭവിക്കുന്നതെന്നും ഇവർക്കുള്ള സമർപ്പണമാകണം ഈ തിരുപ്പിറവിയെന്നും അദ്ദേഹം പറഞ്ഞു. Merry Christmas and Happy New Year to all of you, my dear brothers, their eminences, the archbishops and metropolitans of our Holy Syriac Orthodox Church of Antioch, to our beloved spiritual children, the clergy, the deacons, and the entire Syriac Orthodox people throughout the world, and all those who celebrate this holy season of the incarnation of our Lord and Savior Jesus Christ. From the കോവിഡ് കാലത്തെ ക്രിസ്മസ് മാനവരാശിക്ക് വലിയ പ്രതീക്ഷയുടെ പ്രത്യാശയുടെ സന്ദേശമാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് തൃശൂർ അതിരൂപത മെത്രാപ്പൊലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. രക്ഷയുടെ സുവിശേഷം നൽകിയ യേശുവിനെ ഹൃദയത്തിൽ ധരിക്കുന്നവരാകണം വിശ്വാസികളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുന്നംകുളം CCTVയുടെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തുമസ് ആശംസകൾ. 2020 ക്രിസ്മസിന് കോവിഡിൻ്റെ പശ്ചാത്തലമുള്ളതുകൊണ്ട് ഈ ക്രിസ്മസിൽ എനിക്ക് നിങ്ങൾക്ക് ആശംസിക്കാനുള്ളത് ക്രിസ്മസ് നൽകുന്ന പ്രതീക്ഷയുടെ സന്ദേശമാണ്. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന്
8 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച ഐസിയാസ് പ്രവാചകൻ പ്രവചന പുസ്തകത്തിൽ 9-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: അന്ധകാരത്തിൽ വസിക്കുന്നവർക്ക്, മരണത്തിൻ്റെ താഴ്വരയിൽ വസിക്കുന്നവർക്ക് പ്രകാശം ഉദയം ചെയ്തു എന്ന്. മത്തായി സുവിശേഷകൻ ഇത് ഉദ്ധരിക്കുന്നുണ്ട്. ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ലൂക്കായുടെ സുവിശേഷത്തിൽ വായിക്കുന്ന പോലെ മാലാഖമാർ പാടിയതുപോലെ നിങ്ങൾക്കായി ഒരു രക്ഷകൻ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ പ്രതിസന്ധികളെല്ലാം മാറും. നമുക്ക് ഒരു താരോദയം ഉണ്ടായിരിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൽ മാലാഖമാർ പാടിയത് ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത എന്നാണ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക്, ദൈവകൃപ കണ്ടെത്തിയവർക്ക് സമാധാനം. അതുകൊണ്ട് ക്രിസ്മസ് നൽകുന്ന സന്ദേശം പ്രത്യാശയുടെ, സമാധാനത്തിൻ്റെ, കൂട്ടായ്മയുടെ, സന്തോഷത്തിൻ്റെ, മഹത്വത്തിൻ്റെ ഒക്കെയാണ്. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷയോടെ ഈ രക്ഷകന്റെ ജനനത്തിൻ്റെ തിരുനാൾ നമുക്ക് ആചരിക്കാം. ഞാനെന്ന ഭാവം വെടിഞ്ഞ് ക്രിസ്മസ് ആഘോഷിക്കണമെന്ന് സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പോലീത്ത. മാനവകുലത്തിന്റെ ചരിത്രം വിജയിക്കുന്നവരുടെ മാത്രമല്ല പരാജയപ്പെടുന്നവരുടേത് കൂടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. കർത്താവിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, പ്രതിസന്ധിയുടെ അഗ്നിച്ചൂളയുടെ കടന്നു പോകുന്ന നമുക്ക് ഓരോരുത്തർക്കും സമാധാനത്തിൻ്റെ സന്ദേശമായിട്ടാണ് വീണ്ടും ക്രിസ്മസ് ആഗതമാകുന്നത്. ഈ ഒരു ചെറിയ രോഗാണു ഈ ലോകത്തെ മുഴുവൻ വിറപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മിൽ സമാധാനം നഷ്ടപ്പെട്ടു പോവുകയാണ്. ജീവിത വഴികൾ ഇടുങ്ങിയതായിട്ട് മാറുകയും ചെയ്യുന്നു. ദാരിദ്ര്യത്തിൻ്റെ തിരമാലകൾ നമ്മെ മൂടിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയുള്ളവരുടെ പ്രതിനിധികളായിട്ടായിരുന്നു ആട്ടിടയന്മാർ. അവരോടാണ് വാനദൂത സംഘം ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം എന്ന പാട്ട് പാടിയത്. നമ്മുടെ നാളുകളും സമാധാനപൂരിതമാകട്ടെ. യേശുവിനെ അന്വേഷിച്ചു വന്ന വിദ്വാൻമാർ. മാനവരാശിക്കാകെയുള്ള മഹാസന്തോഷമായിട്ടാണ് യേശുവിന്റെ ജനനമെന്ന് ഓർത്തഡോക്സ് സഭയുടെ കുന്നംകുളം സഹായി മെത്രാപ്പൊലീത്ത ഡോക്ടർ ഗീവർഗസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത പറഞ്ഞു. എല്ലാ ഇരുളിൽ നിന്നുള്ള വെളിച്ചമാണ് ദൈവപുത്രനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ക്രിസ്തുമസ് ദിനങ്ങളിലേക്ക് വീണ്ടും ദൈവകൃപയാൽ നാം എത്തിയിരിക്കുന്നു. മത സങ്കുചിതത്വ ചിന്തകൾക്കൊക്കെ അപ്പുറത്ത് മാനവ രാശിക്ക് മുഴുവൻ ഉള്ള ഒരു മഹാസന്തോഷം ആയിട്ടാണ് ക്രിസ്തുമസ് അറിയപ്പെടുന്നത്. അത്യന്ത തമസിൽപ്പെട്ടുഴലും ലോകത്തിന് സത്യത്തിന് പ്രഭാപുരം കാട്ടിയെന്നതിനാലേ എന്നാണ് കവി പാടുന്നത്. സുവിശേഷങ്ങൾ പറയുന്നു, ഇരുട്ടിൽ നടന്ന ജനം ഒരു വലിയ വെളിച്ചം കണ്ടു. സ്റ്റാർ ഓഫ് ബെത്ലഹേം നമുക്കറിയാവുന്ന ആശയമാണ്. ഇരുളിൽ തപ്പുന്ന സാഹചര്യങ്ങളിൽ വെളിച്ചം ഉദിക്കുന്നു. സുവിശേഷത്തിൻ്റെ ഒരു സന്ദേശം അതാണ്. നേർരേഖയിൽ നേരായി ചിന്തിക്കുന്നവർക്ക് അവരുടെ മുന്നിൽ വെളിച്ചത്തിൻ്റെ വഴികൾ ഉണ്ട്. അത് കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും ഒക്കെ ആയിരിക്കാം, എന്നാൽ അത് സുസ്ഥിരവും നീതിയോടെ ഉള്ളതും നന്മയിലേക്ക് വളരുന്നതുമായ ഒരു പാതയാണ്. ക്രിസ്തു ജനനം കാണിക്കുന്നത് പ്രതീക്ഷകളുടെ ഈ പാത ഇനിയും ലോകത്തിൻ്റെ മുന്നിൽ ഉണ്ട് എന്ന വലിയ സത്യമാണ്. അഹം ബ്രഹ്മം അസ്മി, ഞാൻ തന്നെയാണ് ബ്രഹ്മം എന്ന് പറയുന്നൊരു തലത്തിലേക്ക് ഓരോരുത്തരും വളരുമ്പോൾ ഇത് സ്വർഗരാജ്യമായി തീരും. 2021 അത്തരത്തിലുള്ള ഒരു ദർശനത്തിൻ്റെ വർഷമായി, തിരുത്തുന്നതിൻ്റെ വർഷമായി, പുതിയ പ്രതീക്ഷകളുടെ വർഷമായി തീരട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് CCTV പ്രേക്ഷകർക്ക് എല്ലാ ആശംസകളും നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം മനുഷ്യനായ അത്ഭുതമാണ് ക്രിസ്മസ് എന്ന് യാക്കോബായ സുറിയാനി സഭ തൃശൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ കുര്യാക്കോസ് മോർ ക്ലീമീസ് മെത്രാപ്പൊലീത്ത പറഞ്ഞു. താൽക്കാലിക ജീവിതത്തെ നിത്യമാക്കി തീർത്തവനാണ് ക്രിസ്തുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദൈവം മനുഷ്യനായ അത്ഭുതമാണ് ക്രിസ്തുമസ്. ദൈവത്തിന് നമ്മോട് സ്നേഹം വെളിപ്പെടുത്തുവാൻ തക്കവിധം ഇടയായത് ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ നമുക്ക് തന്നുകൊണ്ടാണ്. BC 4 ബേത്ലഹേമിൽ കന്യകയിൽ നിന്ന് അത്ഭുതമായി ദൈവപുത്രനായ യേശു ക്രിസ്തു ജനിക്കുകയാണ്. ഈ സന്തോഷ സുദിനമാണ് ക്രിസ്തുമസിൻ്റെ ആഘോഷം. സ്വർഗം വിട്ടിറങ്ങി താഴ്മയിൽ ജനിച്ച ദൈവം കല്ലടാവിൽ പുൽക്കൂട്ടിൽ വന്ന് പിറക്കുവാൻ തക്കവിധം ഇഷ്ടപ്പെടുകയാണ്. നമ്മുടെ ഹൃദയം താഴ്മയുള്ള അനുഭവമാണെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തിൽ
പിറക്കുന്നു. താൽക്കാലികമായ ഈ ജീവിതത്തെ നിത്യമാക്കുവാൻ ഭയവും അസ്വസ്ഥതകളും രോഗങ്ങളും ഭാരങ്ങളും ദുഃഖങ്ങളും മുറിവുകളും ഉള്ളതായ ഈ ജീവിതത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമ്പൂർണമായി സമർപ്പിക്കുമ്പോൾ CCTVയുടെ എല്ലാ പ്രേക്ഷകർക്കും അനുഗ്രഹകരമായ ക്രിസ്മസ് ആശംസയും സന്തോഷവും സമാധാനവും നിറഞ്ഞതായ പുതിയ വത്സരത്തിൻ്റെതായ ആശംസകളും അറിയിക്കുകയാണ്. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് അതിരൂപത തീർത്ഥാടന കേന്ദ്രമായ പാലയൂർ സെന്റ് തോമസ് ദേവാലയത്തിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ ചടങ്ങുകൾ മാത്രമായി നടത്തും. വ്യാഴാഴ്ച രാത്രി 11:30 ക്രിസ്മസ് തിരുകർമ്മങ്ങളും വിശുദ്ധ കുർബാനയും നടക്കും. തുടർന്ന് വെള്ളിയാഴ്ച പുലർച്ചെ 5-നും 6:30-ക്കും രാവിലെ 8-നും കുർബാന ഉണ്ടാകും. വിവിധ കുടുംബ കൂട്ടായ്മകളിൽ നിന്ന് 5 പേർ വീതമായി 100 പേരാണ് കുർബാനയിൽ പങ്കെടുക്കുക. വികാരി ഫാദർ വർഗീസ് കരിപ്പേരി മുഖ്യ കാർമ്മികനാകും. അസിസ്റ്റന്റ് വികാരി ഫാദർ അനു ചാലിൽ സഹകാർമ്മികനാകും. മറ്റു വാർത്തകളിലേക്ക്. പ്രശസ്ത സിനിമാ സംവിധായകൻ ഷാനവാസ് നരണിപ്പുഴയ്ക്ക് ജന്മനാട് വീട് നൽകി. ഖബറടക്കം നരണിപ്പുഴ റഹ്മാനിയ മസ്ജിദ് ഖബർസ്ഥാനിലാണ് നടത്തിയത്. ഷാനവാസ് നരണിപ്പുഴയുടെ മൃതദേഹം ബുധനാഴ്ച രാത്രിയിൽ തന്നെ വീട്ടിലെത്തിച്ചിരുന്നു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടെ നരണിപ്പുഴ റഹ്മാനിയ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കം നടത്തി. സംസ്ഥാന നിയമസഭാ സ്പീക്കർക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ PA വിജയൻ അന്തിമോപചാരം അർപ്പിച്ചു. തൃത്താല MLA VT ബൽറാം, സിനിമാ മേഖലയിൽ നിന്നുള്ള സുഹൃത്തുക്കൾ എന്നിവരും അന്തിമോപചാരം അർപ്പിക്കാൻ ഷാനവാസിന്റെ വസതിയിൽ എത്തിയിരുന്നു. പുതിയ സിനിമയുമായി ബന്ധപ്പെട്ട തിരക്കുകളിലായിരുന്ന ഷാനവാസിനെ ഹൃദയാഘാതത്തെ തുടർന്ന് കോയമ്പത്തൂർ KG ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചിരുന്നു. മികച്ച ചികിത്സ നൽകുന്നതിനായി ഷാനവാസിനെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് മരണം സംഭവിച്ചത്. ജയസൂര്യ നായകനായെത്തിയ സൂഫിയും സുജാതയും എന്ന ചിത്രത്തിന്റെ സംവിധായകനും തിരക്കഥാകൃത്തുമാണ് ഷാനവാസ്. സംവിധായകൻ, തിരക്കഥാകൃത്ത് എന്നതിനു പുറമെ മികച്ച എഡിറ്റർ കൂടിയായിരുന്ന ഷാനവാസ് 2015-ൽ കരി എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ടാണ് സിനിമാരംഗത്ത് ശ്രദ്ധേയനായത്. ഈ ചിത്രം നിരൂപക ശ്രദ്ധ പിടിച്ചുപറ്റുകയും നിരവധി ചലച്ചിത്രോത്സവങ്ങളിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്കൂൾ പഠനകാലം മുതൽക്കേ സിനിമയോടും കഥകളോടും വലിയ താൽപര്യമായിരുന്നു ഷാനവാസിനെന്ന് സഹപാഠികൾ പറഞ്ഞു. നരണിപ്പുഴ നാലകത്ത് ബാപ്പുട്ടിയുടെയും നബീസയുടെയും മകനാണ് ഷാനവാസ്. ഷബ്നയാണ് ഭാര്യ, ആദം മകനാണ്. CCTV ന്യൂസ്, പെരുമ്പിലാവ്. കുന്നംകുളം MLA-യും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായ AC മൊയ്തീൻ മുഖാന്തരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയുടെ ചികിത്സാ ധനസഹായ നിധിയിൽ നിന്നും ധനസഹായത്തിന് അപേക്ഷിച്ച 47 പേർക്ക് 18,30,000 രൂപ അനുവദിച്ചതായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 41 പേർക്ക് 16,80,000 രൂപയാണ് ചികിത്സാ ധനസഹായമായി അനുവദിച്ചത്. ഈ സംഖ്യ ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ അക്കൌണ്ടിൽ നിന്നും ഓരോ അപേക്ഷകന്റെയും ബാങ്ക് അക്കൌണ്ടിലേക്ക് വരവ് വയ്ക്കുന്നതാണ്. പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രിയുടെ ചികിത്സാ ധനസഹായ നിധിയിൽ നിന്നും 6 പേർക്ക് 1,50,000 രൂപയാണ് അനുവദിച്ചത്. ഈ തുക അതാത് അപേക്ഷകരുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് ബ്ലോക്ക് പട്ടികജാതി പട്ടികവർഗ വികസന ഓഫീസർ മുഖാന്തരം വരവ് വയ്ക്കുന്നതാണെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും അറിയിച്ചു. കാണാതായ യുവാവിനെ എരുമപ്പെട്ടി കരിയന്നൂരിലെ കരിങ്കൽ ക്വാറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. എരുമപ്പെട്ടി ചിറ്റണ്ട തൃക്കണപതിയാരം അരിമണ്ണിൽ സുരേഷ് വിജയ ദമ്പതികളുടെ മകൻ 23 വയസ്സുള്ള ആരോമലാണ് മരിച്ചത്. കഴിഞ്ഞ 23-ാം തീയതി ഉച്ചയോടെയാണ് ആരോമൽ വീട്ടിൽ നിന്ന് പോയത്. പിന്നീട് തിരിച്ചെത്താത്തതിനെ തുടർന്ന് വീട്ടുകാർ വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകിയിരുന്നു. മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ അവസാന ലൊക്കേഷൻ എരുമപ്പെട്ടിയിലാണെന്ന് കണ്ടെത്തിയിരുന്നു. ഇന്ന് എരുമപ്പെട്ടിയിലെ സുഹൃത്തുക്കളോട് ചോദിച്ചറിഞ്ഞപ്പോൾ ഇവരുടെ വീടിന് സമീപമുള്ള ക്വാറിയിലേക്ക് മുമ്പ് ഇവരോടൊപ്പം ആരോമൽ പോയിരുന്നതായി ഇവർ അറിയിച്ചു. തുടർന്ന് ക്വാറികളിൽ പരിശോധന നടത്തിയപ്പോഴാണ് ഉച്ചയോടെ ഉപയോഗിക്കാതെ വെള്ളം നിറഞ്ഞു കിടക്കുന്ന കോറിയിൽ മൃതദേഹം പൊങ്ങിക്കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. കുന്നംകുളം ഫയർഫോഴ്സാണ് മൃതദേഹം പുറത്തെടുത്തത്. സ്റ്റേഷൻ ഓഫീസർ വൈശാഖ്, സീനിയർ ഫയർ ഓഫീസർമാരായ ബെന്നി, രവീന്ദ്രൻ, അഭിലാഷ്, ശരത്, ഷിജുക്കുട്ടൻ, ഷിജു, നിഖിൽ എന്നിവർ നേതൃത്വം നൽകി. വടക്കാഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ കെ മാധവൻകുട്ടി, SI VB സിബീഷ്, എരുമപ്പെട്ടി SI അബ്ദുൽ ഹക്കീം, ASI സലീം എന്നിവരുടെ നേതൃത്വത്തിൽ മേൽനടപടികൾ സ്വീകരിച്ച് അന്വേഷണം ആരംഭിച്ചു. ചെറുതുരുത്തി വില്ലേജ് ഓഫീസറാണ് ആരോമലിന്റെ പിതാവ് സുരേഷ്. CCTV ന്യൂസ്, എരുമപ്പെട്ടി. ഗുരുവായൂർ തൈക്കാട് മേഖലയിലെ UDF കൌൺസിലർമാർക്ക് സ്വീകരണം നൽകി. DCC പ്രസിഡന്റ് MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോയ് ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് AT സ്റ്റീഫൻ, മുൻ കൌൺസിലർ ജലീൽ പണിക്കവീട്ടിൽ, ബാലൻ കാവീട്, ബിജു മേലിട്ട, ഇസ്മയിൽ പൂക്കാടിരി എന്നിവർ സംസാരിച്ചു. തൈക്കാട് മേഖലയിലെ കൌൺസിലർമാരായ അജിത അജിത്, BV ജോയ്, KM മെഹറൂഫ്, ഷിൽവ ജോഷി എന്നിവർക്കാണ് സ്വീകരണം നൽകിയത്. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു.
സംസ്ഥാനത്തെ വിവിധ മേഖലകളിലുള്ള തൊഴിലാളികൾക്ക് മികവിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളി ശ്രേഷ്ഠ അവാർഡ് നൽകാൻ സർക്കാർ തീരുമാനം. തൊഴിൽ രംഗത്തെ ഉൽപാദനക്ഷമതയും തൊഴിൽപരമായ കഴിവും പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് അംഗീകാരം നൽകുന്നത്. നിശ്ചിത മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കി വ്യത്യസ്ത മേഖലകളിൽ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തൊഴിലാളികളെ സംസ്ഥാന, ജില്ലാ, മേഖലാ തലങ്ങളിലുള്ള അഭിമുഖ പരീക്ഷയിലൂടെയാണ് കണ്ടെത്തുന്നത്. തൊഴിൽ സംബന്ധമായ നൈപുണ്യം, അറിവ്, അച്ചടക്കം, കൃത്യനിഷ്ഠ, സഹപ്രവർത്തകരോടുള്ള പെരുമാറ്റം, ഉപഭോക്താക്കളോടുള്ള പെരുമാറ്റം, ക്ഷേമ പദ്ധതികളോടുള്ള സമീപനം, കലാകായിക മേഖലയിലെ മികവ്, സാമൂഹിക പ്രവർത്തനത്തിലുള്ള പങ്കാളിത്തം, ശുചിത്വബോധം, വിദ്യാഭ്യാസ യോഗ്യത, തൊഴിലിൽ നൂതനമായ ആശയങ്ങൾ കൊണ്ടുവരാനുള്ള താൽപര്യം, കർത്തവ്യങ്ങൾ ഏറ്റെടുക്കാനുള്ള സന്നദ്ധത, തൊഴിൽ നിയമങ്ങളിലുള്ള അവബോധം എന്നീ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ് മികച്ച തൊഴിലാളിയെ തെരഞ്ഞെടുക്കുന്നത്. മാനദണ്ഡങ്ങൾ പ്രകാരം ഒരു തൊഴിലാളിയോടൊപ്പം വിവിധ നിലകളിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്ന തൊഴിലാളി സംഘടനകളുടെയും തൊഴിൽ ഉടമയുടെയും അഭിപ്രായം കണക്കിലെടുക്കും. തൊഴിലാളി സ്വയം പൂരിപ്പിച്ച് സമർപ്പിക്കുന്ന ചോദ്യാവലിയുടെ മാർക്ക്, തൊഴിലുടമയും തൊഴിലാളി യൂണിയനുകളും പൂരിപ്പിച്ച് സമർപ്പിക്കുന്ന ചോദ്യാവലിയുടെ മാർക്ക് എന്നിവയ്ക്കൊപ്പം അസിസ്റ്റന്റ് ലേബർ ഓഫീസർമാർ അന്വേഷണം നടത്തി രേഖപ്പെടുത്തുന്ന മാർക്കും പരിഗണിച്ചാണ് തൊഴിലാളിയെ അഭിമുഖ പരീക്ഷയ്ക്കായി തെരഞ്ഞെടുക്കുന്നത്. ന്യൂസ് ഡെസ്ക് CCTV. പുന്നയൂർ മൃഗാശുപത്രി ഡോക്ടറുടെ അനാസ്ഥയ്ക്കെതിരെ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ജില്ലാ മൃഗസംരക്ഷണ വിജിലൻസ് ഓഫീസർ ആശുപത്രിയിൽ സന്ദർശനം നടത്തി. മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടറുടെ ഉത്തരവ് അനുസരിച്ചായിരുന്നു ജില്ലാ വിജിലൻസ് ഓഫീസർ അന്വേഷണം നടത്തിയത്. മൃഗാശുപത്രിയിലെ ഡോക്ടറുടെ സേവനത്തിൽ തൃപ്തികരമല്ലാത്തതിനാൽ തങ്ങൾ ഫാം ഉടമ ഫൈസൽ തങ്ങൾ മുഖ്യമന്ത്രിക്കും വകുപ്പ് ഉദ്യോഗസ്ഥർക്കും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം. വ്യാഴാഴ്ച രാവിലെ 11:30 ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിലെ വിജിലൻസ് ഓഫീസർ ഡോക്ടർ OG സൂരജയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടത്തിയത്. പുന്നയൂർ മൃഗാശുപത്രിയിലേക്ക് ഉദ്യോഗസ്ഥരെത്തിയാണ് അന്വേഷണം നടത്തിയത്. പരാതിക്കാരായ തങ്ങൾസ് ഫാം ഉടമ ഫൈസൽ തങ്ങളും ഉദ്യോഗസ്ഥർ വിളിപ്പിച്ചിരുന്നു. അന്വേഷണ റിപ്പോർട്ട് ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടിട്ടില്ല. കർഷകർക്ക് ആശ്വാസം, വാഴാനി ഡാം തുറന്നു. ആറ്റത്ര പാടശേഖരങ്ങളിൽ വെള്ളമെത്തി. CCTV വാർത്തയെ തുടർന്നാണ് നടപടി. 65 ഏക്കർ പാടശേഖരത്ത് 80 കർഷകർ ഇറക്കിയ കൃഷിയാണ് ഉണങ്ങൽ ഭീഷണി നേരിട്ടിരുന്നത്. കതിരിട്ടതും പാകമായതുമായ നെൽച്ചെടികളാണ് ജലസേചനമില്ലാതെ നശിച്ചു തുടങ്ങിയത്. മുട്ടിക്കൽ ചിറയുടെ ശോചനീയാവസ്ഥ മൂലമാണ് കൃഷിക്കാവശ്യമായ വെള്ളം ലഭിക്കാതിരുന്നത്. ചിറയുടെ ദ്രവിച്ച് പൊട്ടിപ്പൊളിഞ്ഞ ചെറുപ്പുകൾക്കിടയിലൂടെ വെള്ളം ചോർന്നു പോവുകയായിരുന്നു. ഇതുമൂലം പുഴയിൽ നിന്നും പാടശേഖരങ്ങളിലേക്കുള്ള ചെറിയ തോടുകളിൽ വെള്ളം ഒഴുകിയെത്തിയിരുന്നില്ല. ഇത് CCTV റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്നാണ് ഇറിഗേഷൻ വകുപ്പ് വാഴാനി ഡാമിൽ നിന്നും കനാലിലേക്ക് വെള്ളം തുറന്നുവിട്ടത്. അതേസമയം പാടശേഖരങ്ങളിൽ എല്ലായിടത്തേക്കും വെള്ളം എത്തുന്നില്ലെന്നും ആരോപണമുണ്ട്. CCTV ന്യൂസ്, എരുമപ്പെട്ടി. പാറേമ്പാടം അക്കിക്കാവ് റോഡിലെ തകർന്ന കുഴികൾ അധികൃതർ അടച്ചു. ശുദ്ധജല പദ്ധതിയുടെ പൈപ്പ് പൊട്ടിത്തകർന്ന റോഡിനെക്കുറിച്ച് CCTV വാർത്ത നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് അധികൃതർ അതിവേഗത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയത്. പാറേമ്പാടത്ത് 200 മീറ്ററിനുള്ളിൽ 3 പൈപ്പ് പൊട്ടി റോഡിൽ കുഴികൾ രൂപപ്പെട്ടത്. പൊട്ടിയ റോഡ് ജല അതോറിറ്റി വിഭാഗം നന്നാക്കിയെങ്കിലും തകർന്ന റോഡിൽ ടാർ ചെയ്തിട്ടില്ല. 1 വർഷം മുൻപ് പൈപ്പ് പൊട്ടി രൂപപ്പെട്ട കുഴിയിൽ വീണ നിയന്ത്രണം വിട്ട ബൈക്ക് മറിഞ്ഞ യുവാവ് മരിച്ചിരുന്നു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് വരുന്ന ഭക്തർക്കും വിവാഹ സംഘങ്ങൾക്കും കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി കളക്ടർ പുറത്തിറക്കിയ ഉത്തരവ് ഭേദഗതി ചെയ്തു. രോഗലക്ഷണങ്ങൾ ഉള്ളവർക്ക് മാത്രം സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയാണ് ഉത്തരവ് ഭേദഗതി ചെയ്തത്. ജീവനക്കാർക്കിടയിലുള്ള കോവിഡ് വ്യാപനത്തെ തുടർന്ന് 11 ദിവസങ്ങൾക്ക് ശേഷം ബുധനാഴ്ചയാണ് ഭക്തർക്ക് ക്ഷേത്രപ്രവേശനം അനുവദിച്ച് കളക്ടർ ഉത്തരവിട്ടത്. ഇതിനു തൊട്ടുപിന്നാലെയാണ് ദർശനത്തിനെത്തുന്നവർക്കും വിവാഹ സംഘങ്ങൾക്കും കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി വീണ്ടും കളക്ടർ ഉത്തരവ് വന്നത്. ഇത് ഭക്തർക്കിടയിൽ ആശയക്കുഴപ്പവും പ്രതിഷേധവും ഉളവാക്കിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ദേവസ്വം അധികൃതർ കളക്ടർക്കും ആരോഗ്യവകുപ്പിനും കത്ത് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ് ഭേദഗതി ചെയ്തത്. ഇതുപ്രകാരം വിവാഹ സംഘങ്ങളടക്കം 2000 പേർക്ക് പ്രതിദിനം വെർച്വൽ ക്യൂ വഴി ക്ഷേത്രത്തിലെത്താം. മുൻ ഉത്തരവ് പ്രകാരം 25 വിവാഹങ്ങൾക്ക് മാത്രമാണ് അനുമതിയുണ്ടായിരുന്നത്. പുതിയ ഉത്തരവ് പ്രകാരം കൂടുതൽ വിവാഹങ്ങൾ നടത്താനാകും. ക്ഷേത്രത്തിലെ ജീവനക്കാർക്കും പാരമ്പര്യക്കാർക്കും ക്ഷേത്രം പരിസരത്തെ വ്യാപാരികൾക്കും രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ മതിയാകും. 10 വയസ്സിൽ താഴെയുള്ളവർക്കും 60 വയസ്സിന് മുകളിലുള്ളവർക്കും ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കില്ല. കൃത്യമായ ഇടവേളകളിൽ അണുനശീകരണം നടത്തുന്നുണ്ടെന്ന് ആരോഗ്യ വിഭാഗം ഉറപ്പുവരുത്തണം. ഇക്കാര്യങ്ങൾ കൃത്യമായി പാലിക്കുന്നുവെന്ന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററും ഉറപ്പുവരുത്തണം. CCTV ന്യൂസ്, ഗുരുവായൂർ.
ഗുരുവായൂർ അഴുക്കുചാൽ പദ്ധതിക്കായി റോഡുകളിൽ സ്ഥാപിച്ച മാൻഹോളുകൾ അപകടങ്ങൾക്കിടയാകുന്നതിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി RT ഓഫീസിൽ പരാതി നൽകി. കഴിഞ്ഞ ദിവസം മാൻഹോളിൽ തട്ടി ഓട്ടോറിക്ഷ മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റിരുന്നു. വാഹനാപകടങ്ങൾക്ക് പുറമെ കാൽനട യാത്രക്കാർക്കും മാൻഹോളുകൾ ഭീഷണിയാണ്. നേരത്തെ പൊതുമരാമത്ത് വിഭാഗത്തിനും പരാതി നൽകിയിരുന്നു. മണ്ഡലം പ്രസിഡന്റ് ബാലൻ വാർനാട്ടിന്റെ നേതൃത്വത്തിൽ നഗരസഭാ കൌൺസിലറും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായ CS സൂരജ്, അഡ്വൈസർ മനയിൽ ശശി വല്ലാശ്ശേരി, PK ജോർജ് എന്നിവരാണ് നിവേദനം നൽകിയത്. ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. പ്രസിദ്ധമായ നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി മഹോത്സവം വെള്ളിയാഴ്ച ആഘോഷിക്കും. COVID-19 സാഹചര്യത്തിൽ ചടങ്ങുകൾ മാത്രമായാണ് ഏകാദശി ആഘോഷങ്ങൾ നടക്കുന്നത്. മറ്റ് ആഘോഷങ്ങൾ ഓൺലൈൻ വഴിയാണ് സംഘടിപ്പിച്ചിരുന്നത്. ഏകാദശി, ദ്വാദശി ദിവസങ്ങളിൽ നടത്തിവരാറുള്ള പ്രസാദഊട്ട് ഇത്തവണ ഉണ്ടായിരിക്കില്ല. പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഏകാദശി ചടങ്ങുകൾ നടത്തുക. ഉദയാസ്തമന പൂജ, നവകം, പഞ്ചഗവ്യം, ശ്രീഭൂതബലി എന്നിവ ഉണ്ടായി. വൈകിട്ട് ചുറ്റുവിളക്ക്, നിറമാല, നാദസ്വരം, വിളക്കെഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, മേളം, ഇടയ്ക്ക് പ്രദക്ഷിണം എന്നിവ നടന്നു. ഏകാദശി ദിവസമായ വെള്ളിയാഴ്ച പുലർച്ചെ 4-ന് നിർമ്മാല്യ ദർശനം, ഭഗവത്ഗീത പാരായണം, 6:30 മുതൽ നാരായണീയ പാരായണം, സ്തോത്ര പഞ്ചാശിക പാരായണം, ഉച്ചയ്ക്ക് 1:30 കാഴ്ച ശീവേലി, പഞ്ചവാദ്യം, മേളം, വൈകിട്ട് ദീപാരാധന, രാത്രി 10-ന് വിളക്കിനെഴുന്നള്ളിപ്പ്, തായമ്പക, കേളി, കൊമ്പുപറ്റ്, പഞ്ചവാദ്യം, മേളം എന്നിവയും ഉണ്ടാകും. പൂജകൾക്ക് തന്ത്രി കീഴ്മണ്ടയൂർ പരമേശ്വരൻ നമ്പൂതിരി, മേൽശാന്തി ചിത്രകുമാർ എന്നിവർ കാർമ്മികത്വം വഹിക്കും. ചടങ്ങുകൾക്ക് ദേവസ്വം ഓഫീസർ പ്രദീപ് കുമാർ നേതൃത്വം നൽകും. CCTV ന്യൂസ്, എരുമപ്പെട്ടി. പ്രസിദ്ധമായ നെല്ലുവായ് ഏകാദശിയോടനുബന്ധിച്ച് നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ ചെറുതേവർ ദിനാചരണ ഘോഷയാത്രയും വൈദ്യസംഗമവും നടന്നു. വാദ്യമേളങ്ങളുടെയും ഗജവീരന്റെയും അകമ്പടിയോടെ ചെറുതേവർ പറമ്പിൽ നിന്ന് അശ്വിനി ദേവകളെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നു. തുടർന്ന് നടന്ന വൈദ്യസംഗമത്തിൽ അവണപ്പറമ്പ് മഹേശ്വരൻ നമ്പൂതിരിപ്പാട്, പത്മശ്രീ ഡോക്ടർ കൃഷ്ണകുമാർജി എന്നിവരുടെ അനുസ്മരണം നടന്നു. വൈദ്യസംഗമത്തിൽ പ്രമുഖ ഭിക്ഷുങ്കരന്മാർ പങ്കെടുത്തു. വെള്ളിയാഴ്ചയാണ് വൈകുണ്ഠ ഏകാദശി ആഘോഷിക്കുന്നത്. കുന്നംകുളം നഗരസഭയുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് ലഭിച്ച താലി ലോക്കറ്റ് ഉടമയ്ക്ക് കൈമാറി. നഗരസഭയുടെ കുറുക്കൻപാറയിലെ ഗ്രീൻ പാർക്കിൽ വെച്ച് ആഭരണത്തിന്റെ ഉടമ ചൊവ്വനൂർ സ്വദേശിനി സ്മിത സുനിലിന് ഹരിതകർമ്മ സേനാംഗങ്ങൾ കൈമാറി. ലോക്കറ്റ് കണ്ടുകിട്ടിയ വിവരം CCTV ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിലൂടെ അറിഞ്ഞാണ് ഉടമസ്ഥ നഗരസഭയെ സമീപിച്ചത്. ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് കേക്ക് സമ്മാനിച്ചാണ് സ്മിത മടങ്ങിയത്. നഗരസഭാ ഹെൽത്ത് സൂപ്പർവൈസർ KS ലക്ഷ്മണൻ, മറ്റ് ജീവനക്കാരും പങ്കെടുത്തു. കുന്നംകുളം കാണിപ്പയ്യൂരിൽ ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. കാണിപ്പയ്യൂർ കരിമ്പനയ്ക്കൽ വീട്ടിൽ ശശിക്കാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:30 അപകടം. പരിക്കേറ്റയാളെ ആദ്യം കുന്നംകുളം റോയൽ ആശുപത്രിയിലും പിന്നീട് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിച്ചു. സംസ്ഥാനത്ത് 5177 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 56,073 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 9.23 ആണ്. 22 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചതോടെ ആകെ മരണം 2914 ആയി. രോഗം സ്ഥിരീകരിച്ചവരിൽ 108 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 4542 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 475 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 52 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 4801 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതോടെ 63,155 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത്. തൃശൂർ ജില്ലയിൽ 591 പേർക്ക് കൂടി കോവിഡ്, 292 പേർ രോഗമുക്തരായി. ജില്ലയിൽ രോഗബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 6315 ആണ്. തൃശൂർ സ്വദേശികളായ 126 പേർ മറ്റ് ജില്ലകളിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. ജില്ലയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 71,502 ആണ്. 64,681 പേരെയാണ് ആകെ രോഗമുക്തരായി ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തത്. ജില്ലയിൽ വ്യാഴാഴ്ച സമ്പർക്കം വഴി 577 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 4 ആരോഗ്യ പ്രവർത്തകർക്കും സംസ്ഥാനത്തിന് പുറത്തുനിന്നെത്തിയ 6 പേർക്കും രോഗ ഉറവിടം അറിയാത്ത 4 പേർക്കും രോഗബാധ കണ്ടെത്തിയിട്ടുണ്ട്. രോഗബാധിതരിൽ 60 വയസ്സിന് മുകളിൽ 47 പുരുഷന്മാരും 45 സ്ത്രീകളും 10 വയസ്സിന് താഴെ 28 ആൺകുട്ടികളും 16 പെൺകുട്ടികളുമുണ്ട്. ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ 5 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. തൈക്കാട് സോണിൽ 3 പേർക്കും അർബൻ സോണിൽ 2 പേർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. വാർഡ് 10-ൽ 3 പേരും 22, 25 വാർഡുകളിൽ ഓരോരുത്തരുമാണ് രോഗികളായത്. രോഗവ്യാപനത്തെ തുടർന്ന് കോളേജ് 16-ാം വാർഡ് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. കണ്ടാനശ്ശേരി പഞ്ചായത്തിൽ വ്യാഴാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചത് ഒരാൾക്ക് മാത്രം. 16-ാം വാർഡിൽ 30 വയസ്സുള്ള പുരുഷനാണ് രോഗം സ്ഥിരീകരിച്ചത്. മറ്റു വാർത്തകളിലേക്ക്.
വീട്ടുവളപ്പിലെ മരത്തിലുള്ള ഭീമൻ കടന്നൽക്കൂട് നാട്ടുകാർക്ക് ഭീഷണിയാകുന്നു. ഗുരുവായൂർ ചൊവ്വലൂർപ്പടി പുലിക്കോട്ടിൽ കൊച്ചുമാത്യുവിന്റെ വീടിന് പുറകിലെ മാവിലാണ് കടന്നൽക്കൂടുള്ളത്. കഴിഞ്ഞ ദിവസം ചെറിയ രീതിയിൽ ഉണ്ടായിരുന്ന കൂട് ഇപ്പോൾ 4 അടിയോളം വലിപ്പമുണ്ട്. രാത്രിയിൽ വീടുകളിൽ ലൈറ്റിടുമ്പോൾ കടന്നലുകൾ കൂട്ടത്തോടെ ഇളകി വരുന്നുണ്ട്. കടന്നലിനെ നശിപ്പിക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് വീട്ടുകാർ നഗരസഭയിൽ പരാതി നൽകി. ഇന്ധനവില വർധനവിനെതിരെ പ്രതിഷേധവുമായി KCYM മറ്റം യൂണിറ്റ്. അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ മറ്റം ഇടവകയിലെ KCYM യൂണിറ്റ് അംഗങ്ങൾ ഇരുചക്രവാഹനങ്ങൾ റോഡിലൂടെ തള്ളിക്കൊണ്ട് പ്രതിഷേധിച്ചു. കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ പാവങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന നടപടി അവസാനിപ്പിക്കണമെന്ന് പ്രതിഷേധ റാലി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മറ്റം ഫൊറോന വികാരി ഫാദർ ഫ്രാങ്കോ കവലക്കാട്ട് പറഞ്ഞു. ചൂരക്കുളം ബസ് സ്റ്റോപ്പ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ റാലി മറ്റം പള്ളിയിലെത്തി സമാപിച്ചു. ചടങ്ങിൽ പ്രസിഡന്റ് നിജിൽ ജോസ് അധ്യക്ഷത വഹിച്ചു. KCYM ഭാരവാഹികളായ ഏബൽ ആന്റണി, നവീൻ പോൾ, സ്റ്റെഫി ചാക്കോ, അനു ഫ്രാൻസിസ്, അംഗങ്ങളായ ഗബ്രിയേൽ കാക്കശ്ശേരി, മാർഷൽ മാത്യു, സമൃദ്ധ് സെബാസ്റ്റ്യൻ, റോസ്മിൻ പോൾ എന്നിവർ പങ്കെടുത്തു. സുഗതകുമാരി ടീച്ചർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് പുന്നയൂർക്കുളം നാലാപ്പാടൻ സ്മാരക സാംസ്കാരിക സമിതി അനുശോചന യോഗം ചേർന്നു. യോഗത്തിൽ സമിതി പ്രസിഡന്റ് TP ഉണ്ണി അധ്യക്ഷനായി. സെക്രട്ടറി T കൃഷ്ണദാസ്, സുധ അരവിന്ദൻ, ജയൻ കാഞ്ഞങ്ങാട്ട്, നാരായണൻകുട്ടി നാലപ്പാട്ട്, PK കൃഷ്ണൻകുട്ടി, AK സതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ജനറൽ കൺവീനർ സരിത അശോകൻ നാലപ്പാട്ട് സ്വാഗതവും മുഹമ്മദ് ഉണ്ണി നന്ദിയും പറഞ്ഞു. കൃഷ്ണവനമൊരുക്കിയ കവയത്രി സുഗതകുമാരിക്ക് വേറിട്ട ആദരമൊരുക്കി അധ്യാപക ദമ്പതികൾ. കൃഷ്ണതുളസി ചെടിയിൽ ടീച്ചറുടെ വാർത്താചിത്രങ്ങൾ ചാർത്തിയാണ് അധ്യാപക ദമ്പതികളായ സ്റ്റൈജുവും അമ്പിളിയും വേറിട്ട ആദരമൊരുക്കിയത്. തന്റെ എഴുത്തിലെ സത്യങ്ങളെ പ്രകൃതിയോടും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹത്തിന്റെ നന്മയ്ക്കായും വിനിയോഗിച്ച സുഗതകുമാരി ടീച്ചറുടെ നിര്യാണത്തിലുള്ള ദുഃഖം രേഖപ്പെടുത്തുന്നതിന്റെ ഭാഗമായിരുന്നു വേറിട്ട ആദരം. അട്ടപ്പാടിയിൽ കൃഷ്ണവനം നിർമ്മിച്ച് മാതൃകയായ കൃഷ്ണഭക്ത കൂടിയായ ടീച്ചർക്ക് കൃഷ്ണതുളസി ചെടിയിൽ ചരമ ഫീച്ചറുകൾ ചാർത്തി പുഷ്പാർച്ചന നടത്തിയാണ് ആദരമൊരുക്കിയത്. മറ്റും സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ സ്റ്റൈജുവും വെസ്റ്റ് മങ്ങാട് സെന്റ് ജോസഫ് സെന്റ് സിറിൽസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക അമ്പിളി പീറ്ററുമാണ് സുഗതകുമാരി ടീച്ചർക്ക് വേറിട്ട ആദരാഞ്ജലി അർപ്പിച്ചത്. മക്കളും വിദ്യാർത്ഥികളുമായ അനന്യ, അമൃത, അഭിഷേക് എന്നിവരും വേറിട്ട ആദരച്ചടങ്ങിൽ പങ്കെടുത്തു. ഉദ്യോഗസ്ഥരുടെ കുറവ് കുന്നംകുളത്ത് ലീഗൽ മെട്രോളജി ഓഫീസ് പ്രവർത്തനം താളം തെറ്റുന്നു. മീറ്റർ സീലിംഗിനായി എത്തിയ ഓട്ടോകൾക്ക് യഥാസമയം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കാത്തത് തർക്കങ്ങൾക്കിടയാക്കുന്നുണ്ട്. കുന്നംകുളം യേശുദാസ് റോഡിലെ ലീഗൽ മെട്രോളജി വിഭാഗം ഓഫീസിൽ ബുധനാഴ്ച സീലിംഗിനായി ഓട്ടോറിക്ഷകളുമായി ഡ്രൈവർമാർ എത്തിയെങ്കിലും ആവശ്യമായ ഉദ്യോഗസ്ഥർ ഇല്ലാത്തതാണ് തർക്കത്തിനിടയാക്കുന്നത്. C-D സീരിയലുള്ള ഓട്ടോ ഡ്രൈവർമാർക്ക് ഈ മാസം 18, 23 തീയതികളാണ് സീലിംഗിന് നൽകിയിരുന്നത്. രാവിലെ 500-ലധികം ഓട്ടോകളുമായി ഡ്രൈവർമാർ എത്തിയതോടെ റോഡിൽ ഗതാഗതം സ്തംഭിച്ചു. ഓഫീസിൽ നിന്ന് ഫോം വാങ്ങിയ ശേഷം തിരുത്തിക്കാട് ബണ്ടിന് സമീപത്താണ് സീലിംഗ് നടത്തുന്നത്. ഓട്ടോയുമായി എത്തിയ ഡ്രൈവർമാർ കൂട്ടത്തോടെ ഓഫീസിലെത്തിയത് ഉദ്യോഗസ്ഥരെയും വലച്ചു. നിർദ്ദേശിച്ച ദിവസം എത്തിയ ഓട്ടോ ഡ്രൈവർമാർ ഉദ്യോഗസ്ഥരുമായുണ്ടായ വാക്കുതർക്കം നേരിയ സംഘർഷത്തിനിടയാക്കി. ഗതാഗത തടസ്സം നേരിട്ടതോടെ വിവരമറിഞ്ഞ് പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു. സീലിംഗിന് നിർദ്ദേശിച്ച ദിവസത്തിൽ ഹാജരായില്ലെങ്കിൽ 2000 രൂപ ഫൈൻ അടയ്ക്കേണ്ടി വരുന്നതിനാലാണ് നോട്ടീസ് ലഭിച്ച മുഴുവൻ ഓട്ടോകളുമായി ഡ്രൈവർമാർ സ്ഥലത്തെത്തിയത്. കോവിഡ് കാലമായതിനാലാണ് സീലിംഗിന് തടസ്സം നേരിട്ടതെന്നും വ്യത്യസ്ത ദിവസങ്ങൾ നിർദ്ദേശിച്ചിരുന്നുവെങ്കിൽ തിരക്ക് നിയന്ത്രിക്കാമായിരുന്നുവെന്ന് ഓട്ടോ ഡ്രൈവർമാരും പറയുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് ലീഗൽ മെട്രോളജി വിഭാഗം ഓഫീസിൽ ഡ്രൈവർമാർ തടിച്ചുകൂടിയതെന്നും ആക്ഷേപമുണ്ട്. CCTV ന്യൂസ്, കുന്നംകുളം. കൊറോണയും അതിനെ തുടർന്നുള്ള ലോക്ഡൌണും നിരവധി പേരെയാണ് കലാകാരന്മാരാക്കിയത്. അങ്ങനെ കലാകാരന്മാരായി മാറിയവരുടെ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുകയാണ് മറ്റം ചിരിയംകണ്ടത്ത് റിൻഡോ സ്വപ്ന ദമ്പതികളുടെ മക്കളായ ജോയലും ജോമോനും. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ വഴിയുള്ള വിദ്യാഭ്യാസമായതോടെ യൂട്യൂബ് ഉൾപ്പെടെയുള്ളവ കുട്ടികൾക്ക് എളുപ്പം വഴങ്ങുന്ന സ്ഥിതിയായി. യൂട്യൂബിൽ കണ്ടുപഠിച്ച കാര്യങ്ങളാണ് വീട്ടിൽ ഒരുക്കുന്ന പുൽക്കൂടിന് അലങ്കാരങ്ങളായത്. പേപ്പർ ഉപയോഗിച്ച് ഇരുവരും നിർമ്മിച്ച വ്യത്യസ്തമായ അലങ്കാര വസ്തുക്കൾ ഉപയോഗിച്ചാണ് പുൽക്കൂട് ഒരുക്കിയിട്ടുള്ളത്. നക്ഷത്രങ്ങൾ, കുടകൾ, ക്രിസ്തുമസ് പാപ്പ, മറ്റ് അലങ്കാര വസ്തുക്കൾ എന്നിവയാണ് ജോയലും ജോമോനും ചേർന്ന് നിർമ്മിച്ചിരിക്കുന്നത്. ഏറെ ആകർഷകമായ അലങ്കാര വസ്തുക്കൾ മറ്റാരുടെയും പ്രേരണയോ നിർദ്ദേശമോ ഇല്ലാതെയാണ് ഇരുവരും ചേർന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. ജോയൽ കൂനമുച്ചി സെന്റ് തോമസ് UP സ്കൂളിലെ 7ാം ക്ലാസ്സിലും ജോമോൻ 4ാം ക്ലാസ്സിലെയും വിദ്യാർത്ഥികളാണ്. വ്യത്യസ്തമായ വസ്തുക്കളിൽ ശില്പനിർമ്മാണം നടത്തി 3ാം തവണയും കേരള ലളിതകലാ അക്കാദമി പുരസ്കാരം നേടിയ പഴഞ്ഞി സ്വദേശി TK ജോൺസനെ കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയശങ്കർ ആദരിച്ചു.
ശില്പനിർമ്മാണത്തിൽ ഇദ്ദേഹത്തിന് അക്കാദമിയുടെ ഓണറബിൾ മെൻഷൻ പുരസ്കാരമാണ് ലഭിച്ചത്. ജോൺസന്റെ വസതിയിലെത്തി ജയശങ്കർ ഉപഹാരം നൽകി ആദരിച്ചു. കാട്ടകമ്പാൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MS മണികണ്ഠൻ, പഞ്ചായത്ത് അംഗം MA അബ്ദുൾ റഷീദ്, ബൂത്ത് കോൺഗ്രസ് പ്രസിഡന്റുമാരായ ജെയ്സൺ ചീരൻ, NM റാഷിദ്, സജു K ഡേവിഡ്, ചാർലി തുടങ്ങിയവർ ജയശങ്കറിനോടൊപ്പം ഉണ്ടായിരുന്നു. കേരള ലളിതകലാ അക്കാദമിയുടെ വിശിഷ്ട കലാകാരനുള്ള പുരസ്കാരം നേടിയ പഴഞ്ഞി സ്വദേശി MK ജോൺസനെ CPM കുന്നംകുളം ഏരിയ കമ്മിറ്റി ആദരിച്ചു. CPM കുന്നംകുളം ഏരിയ സെക്രട്ടറി MN സത്യൻ ഷോൾ അണിയിച്ച് മൊമന്റോ നൽകിയാണ് ആദരിച്ചത്. ഏരിയ കമ്മിറ്റി അംഗവും ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ NK ഹരിദാസൻ, പഴഞ്ഞി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബാബു പുലിക്കോട്ടിൽ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ, മേഖലാ സെക്രട്ടറി KK സുനിൽകുമാർ, DYFI മേഖലാ കമ്മിറ്റി അംഗം ഖാലിദ് കോട്ടോൽ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചാവക്കാട് മേഖലയിൽ കുറഞ്ഞ വിലയുള്ള മുദ്രപത്രങ്ങൾ കിട്ടാനില്ലെന്ന് പരാതി. ക്ഷാമം രൂക്ഷമായതോടെ ആവശ്യക്കാർ കുഴങ്ങുകയാണ്. ഏറെ ആവശ്യക്കാരുള്ള 50, 100 എന്നീ രൂപയുടെ മുദ്രപത്രങ്ങൾക്കാണ് കൂടുതൽ ക്ഷാമം. ദിവസങ്ങൾ ഏറെയായി മേഖലയിൽ മുദ്രപത്രത്തിന് ക്ഷാമം നേരിടുന്നുണ്ട്. നിരവധി പേരാണ് മുദ്രപത്രം ആവശ്യപ്പെട്ട് സ്റ്റാമ്പ് വെണ്ടറിനെ സമീപിക്കുന്നത്. 500, 1000 തുടങ്ങിയ വിലയുള്ള മുദ്രപത്രങ്ങളാണ് നിലവിൽ സ്റ്റോക്കുള്ളത്. അതിനാൽ 50, 100 രൂപയുടെ മുദ്രപത്രം ആവശ്യമുള്ളവർ 500ന്റെ മുദ്രപത്രം വാങ്ങിക്കേണ്ട സ്ഥിതിയാണ്. 50 രൂപയുടെ പത്രങ്ങൾ ഉപയോഗിച്ചാണ് 100 രൂപ പേപ്പറിന്റെ ആവശ്യം നടത്തിയിരുന്നത്. എന്നാൽ 50ന്റെ സ്റ്റോക്കും തീർന്നതോടെ പ്രതിസന്ധി വർദ്ധിച്ചു. 50 രൂപയുടെ പത്രത്തിന്റെ ആവശ്യക്കാർ പോലും 500ന്റെ മുദ്രപത്രം വാങ്ങാൻ നിർബന്ധിതരാകുകയാണ്. കോവിഡ് പ്രതിസന്ധിയിൽ സാധാരണ ജനങ്ങൾ ഇതിനുവേണ്ടി എല്ലായിടത്തും വലയുന്ന സ്ഥിതിയാണ്. അതിനാൽ എത്രയും പെട്ടെന്ന് മുദ്രപത്രങ്ങൾ ലഭ്യമാക്കണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. CCTV ന്യൂസ്, ചാവക്കാട്. BJP എരുമപ്പെട്ടി മണ്ഡലം യുവജന മോർച്ച സെക്രട്ടറി പട്ടന്മാർ വളപ്പിൽ സദാശിവൻ എന്ന സുന്ദരൻ കോൺഗ്രസിൽ ചേർന്നു. 35 വർഷത്തോളം BJP പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിൽ പ്രവർത്തിച്ച നേതാവാണ് സദാശിവൻ. ചിറ്റണ്ടയിലും എരുമപ്പെട്ടി മണ്ഡലം തലത്തിലും പ്രവർത്തിച്ചിട്ടുണ്ട്. യോഗത്തിൽ UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ, കോൺഗ്രസ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി MK ജോസ്, PS സുനീഷ്, PA ഷാജു, സതീഷ് ഇടമന, ഗോപിനാഥ് ഇടമന, ഗോപി കൃഷ്ണൻ, ഫൈസൽ, അഷ്റഫ് തുടങ്ങിയവർ പങ്കെടുത്തു. കനോലി കനാലിൽ നിന്ന് ബണ്ട് പൊട്ടി പാടശേഖരങ്ങളിലേക്ക് ഉപ്പുവെള്ളം കയറുന്നതായി ആക്ഷേപം. അണ്ടത്തോട് നാക്കോല ചലിക്കുന്ന പാലത്തിന് സമീപത്താണ് ഉപ്പുവെള്ളവും പാടശേഖരങ്ങളിലെ വെള്ളവും ഒന്നായി കിടക്കുന്നത്. നിലവിൽ ഇവിടെ പൂഴിക്കുന്നത് തടയണമുണ്ടെങ്കിലും കാലപ്പഴക്കത്താൽ ഇതിന്റെ പലകകൾ ദ്രവിച്ച് ഉപയോഗശൂന്യമാണ്. കർഷകർ മുളയും ഓലയും ഉപയോഗിച്ച് താൽക്കാലിക തടയണ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും അതും കേടുവന്നു. കനാലിലെ വെള്ളവും കൈത്തോട്ടിലെ വെള്ളവും ഒന്നായി കിടക്കുന്ന അവസ്ഥയാണ്. ഈ കൈത്തോട്ടിലെ വെള്ളം ഉപയോഗിച്ചാണ് പ്രദേശത്തെ കുട്ടാടൻ പാടശേഖരങ്ങളിൽ കൃഷി ഇറക്കുന്നത്. ഈ തോട്ടിലേക്ക് വെള്ളം കയറിയാൽ കൃഷിനാശം സംഭവിക്കുമെന്ന് മാത്രമല്ല പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകളും നശിക്കുമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. കഴിഞ്ഞ പുന്നയൂർക്കുളം പഞ്ചായത്ത് ഭരണസമിതി കനോലി കനാൽ വികസനവുമായി ബന്ധപ്പെട്ട് ഭിത്തി സുരക്ഷയുടെ ഭാഗമായി ഇരു സൈഡുകളും ചളി കോരിയിട്ട് നവീകരണം നടത്തിയിരുന്നുവെങ്കിലും പൂഴിക്കുന്നത്ത് തടയണയിൽ ഒന്നും ചെയ്തിട്ടില്ല. എന്നാൽ ഈ പണിയിലും അഴിമതി ആരോപണവുമായി പ്രതിപക്ഷം രംഗത്തു വന്നിരുന്നു. ഈ തടയണയ്ക്കും മറ്റു തടയണയുടെ നവീകരണത്തിനുമായി കഴിഞ്ഞ ഭരണസമിതി ഫണ്ട് വകയിരുത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിന്റെ മറ്റു വർക്കുകളൊന്നും ആരംഭിച്ചിട്ടില്ല. എത്രയും പെട്ടെന്ന് ഈ തടയണയുടെ നവീകരണ പ്രവർത്തനം നടത്തി അധികൃതർ കർഷകരെയും പ്രദേശത്തെ കുടിവെള്ളവും സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ അഭ്യർത്ഥന. CCTV ന്യൂസ്, പുന്നയൂർക്കുളം. ചാവക്കാട് സർക്കിൾ സഹകരണ യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡിൽ അംഗങ്ങളായ സഹകരണ സംഘം ജീവനക്കാരുടെ മക്കൾക്ക് വിദ്യാഭ്യാസ ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്തു. മുതുവട്ടൂർ സർക്കിൾ സഹകരണ യൂണിയൻ ഓഫീസിൽ നടന്ന ചടങ്ങിൽ വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവർക്കും കലാകായിക മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുമാണ് ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും നൽകിയത്. സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ TV ഹരിദാസ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ഡയറക്ടർ VK ഷറഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് ഡയറക്ടർ ആഡിറ്റ് MP ജയരാജ്, സീനിയർ ഓഡിറ്റർ മധു മോഹൻ, CK രാജഗോപാലൻ, വത്സൻ കളത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു. പുന്നയൂർ എടക്കര മിനി സെന്റർ നാട്ടുകൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടത്തിയ മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് നടത്തി. 6 മാസങ്ങൾക്ക് മുമ്പാണ് കൂട്ടുകാരായ ശ്രീജിത്തും നാസിമും ചേർന്ന് നാസിമിന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള കുളത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ ഇറക്കിയത്. തിലോപ്പിയ ഇനത്തിൽപ്പെട്ട 1300 മത്സ്യക്കുഞ്ഞുങ്ങളെ ചാലക്കുടിയിൽ നിന്നും വാങ്ങിയാണ് വളർത്തുവാൻ ആരംഭിച്ചത്. ഇതിന്റെ വിളവെടുപ്പാണ് വ്യാഴാഴ്ച നടത്തിയത്. കുളം പിടിക്കുന്നതിന് മുൻപ് തന്നെ ആവശ്യക്കാർ ഓർഡർ ചെയ്തിരുന്നു. കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഉത്സവ പ്രതീതിയിലാണ് വിളവെടുപ്പ് നടത്തിയത്. ബാലൻ, ഉസ്മാൻ, ജംഷാദ്, നാസിം തുടങ്ങിയവർ നേതൃത്വം നൽകി. കാഞ്ഞങ്ങാട് ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഔഫ് അബ്ദുൾ റഹ്മാൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഡിവൈഎഫ്ഐ ചാവക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഹോച്ച്മിൻ സെന്ററിൽ നിന്ന് ആരംഭിച്ച പ്രകടനം വസന്തം കോർണറിൽ സമാപിച്ചു.
തുടർന്ന് നടന്ന പൊതുയോഗം ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി അംഗം കെ മുബാറക് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് ട്രഷറർ KL മഹേഷ് അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ പ്രവർത്തകരായ വി അനൂപ്, ഹസൻ മുബാറക്, KS അനൂപ്, MM സുമേഷ്, KN രാജേഷ്, KU ജാബിർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ ഗുരുവായൂർ സോണിലെ അംഗങ്ങൾക്ക് തിരിച്ചറിയൽ കാർഡുകൾ വിതരണം ചെയ്തു. തമ്പുരാൻപടി വായനശാലയിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബുലേയൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. മുതിർന്ന അംഗം രാമചന്ദ്രൻ ഗുരുവായൂർ ഏറ്റുവാങ്ങി. സോൺ പ്രസിഡന്റ് മഹേഷ് തമ്പുരാൻപടി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കൌൺസിൽ അംഗം സജീഷ് ഗുരുവായൂർ, ജില്ലാ പ്രസിഡന്റ് സുധീർ ഗുരുവായൂർ, ജില്ലാ രക്ഷാധികാരി സുജിത് കൊടുങ്ങല്ലൂർ, ഷെരീഫ് കേച്ചേരി, ഫെബിൻ കരുവന്തല തുടങ്ങിയവർ സംസാരിച്ചു. സോണിലെ മുഴുവൻ അംഗങ്ങൾക്കും സൌജന്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തുന്ന രേഖകളും കൈമാറി. കുന്നംകുളം അയ്യംപറമ്പ് ബദേൽകുന്നിലെ ബസേലിയോസ് മാർത്തോമ പൌലോസ് ദിദിയൻ കാതോലിക്ക ബാവയുടെ ഭവനദാന പദ്ധതി പ്രകാരം നിർമ്മിച്ചു നൽകിയ വീടുകളിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിച്ചു. സഭയുടെ അഹമ്മദാബാദ് ഭദ്രാസനാധിപനും കുന്നംകുളം ഭദ്രാസന സഹായ മെത്രാപ്പൊലിത്തയുമായ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ഭദ്രാസന സെക്രട്ടറിയും പ്രോജക്ട് ഡയറക്ടറുമായ ഫാദർ ജോസഫ് ചെറുവത്തൂർ അധ്യക്ഷനായിരുന്നു. ഫാദർ ഗീവർഗീസ് വർഗീസ്, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം PU ഷാജൻ, കമ്മിറ്റി അംഗം CK മോഹൻ, സ്റ്റീഫൻ പുലിക്കോട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ബദേൽ ഹൌസിംഗ് പ്രൊജക്ടിലെ 22 ഭവനങ്ങളിലെ കുടുംബങ്ങൾ പരിപാടികളിൽ സംബന്ധിച്ചു. കുട്ടികൾ കരോൾ ഗാനങ്ങൾ പാടി. പദ്ധതിയിൽ ഉൾപ്പെട്ട ഭവനങ്ങളിലേക്ക് ക്രിസ്തുമസ് കേക്കും ക്രിസ്തുമസ് കിറ്റും വിതരണം ചെയ്തു. ഉപയോഗശൂന്യമായ വസ്തുക്കൾ വലിച്ചെറിയുക എന്നത് മലയാളിയുടെ പൊതുബോധത്തിന്റെ ഭാഗമാണ്. എന്നാൽ അത്തരം പാഴ്വസ്തുക്കൾ ഉപയോഗിച്ച് മനോഹരമായ പുൽക്കൂട് ഒരുക്കിയിരിക്കുകയാണ് മറ്റം സ്വദേശി എഡ്വിൻ പീറ്റർ. ഉപേക്ഷിച്ച പേനകൾ ഉപയോഗിച്ചാണ് മനോഹരമായ പുൽക്കൂട് ഒരുക്കിയിട്ടുള്ളത് ഈ ചെറുപ്പക്കാരൻ. ഉപയോഗിച്ചു കഴിഞ്ഞതെന്തും വലിച്ചെറിഞ്ഞു കളയുക അല്ലെങ്കിൽ കത്തിച്ചു കളയുക എന്ന ശീലത്തിൽ നിന്ന് മാറി ചിന്തിച്ചിരിക്കുകയാണ് എഡ്വിൻ പീറ്റർ. ഉപയോഗം കഴിഞ്ഞ പലതരത്തിലുള്ള 100 പേനകൾ ഉപയോഗിച്ചാണ് ഈ ക്രിസ്തുമസിനുള്ള പുൽക്കൂട് നിർമ്മിച്ചിട്ടുള്ളത്. ആഘോഷങ്ങളില്ലാത്ത കോവിഡ് കാലത്തെ ക്രിസ്തുമസിനെ വരവേൽക്കാൻ യുവാക്കൾ ഒരുക്കിയ പുൽക്കൂട് ശ്രദ്ധേയമാകുന്നു. കുണ്ടന്നൂർ കർമ്മലമാതാ ദേവാലയത്തിലെ CLCയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച പുൽക്കൂടാണ് കാണികളെ വിസ്മയിപ്പിക്കുന്നത്. പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചാണ് പുൽക്കൂട് നിർമ്മിച്ചിരിക്കുന്നത്. കൊട്ടാരം, ഉണ്ണീശോയുടെ പുൽത്തൊഴുത്ത്, മഞ്ഞുമൂടിയ മലനിരകൾ, വണ്ടിയിൽ വരുന്ന സാന്റാക്ലോസ്, സമ്മാനങ്ങൾ എന്നിവ നിർമ്മിച്ചിട്ടുണ്ട്. തെർമോകോൾ, കാർബൺ പൌഡർ, വൈക്കോൽ, മരക്കഷ്ണങ്ങൾ, ചട്ടകൾ, ചവിട്ടി, പുല്ല്, പെയിന്റ് എന്നിവയാണ് നിർമ്മാണത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. സാമ്പത്തിക ബാധ്യതയില്ലാതിരിക്കാൻ ഓരോ വീടുകളിൽ നിന്നും പാഴ്വസ്തുക്കൾ ശേഖരിച്ചാണ് പുൽക്കൂടിന്റെ പണി പൂർത്തീകരിച്ചത്. CLC ഭാരവാഹികളായ മൈക്കിൾ മാത്യൂസ്, CJ അമൽ, അരുൺ ജോസ്, ക്രിസ്റ്റോ സൈമൺ, എഡ്വിൻ എഡിസൺ, KR കിരൺ, അലിസ്റ്റർ ക്രിസ്റ്റർ, ജസ്റ്റിൻ മാത്യൂസ്, നെവിൻ, സാമുവൽ, നോയൽ, ജെറിൻ തോമസ്, ആൽവിൻ ജോമോൻ എന്നിവർ ചേർന്നാണ് ഉണ്ണിയേശുവിന് പുൽക്കൂടൊരുക്കിയിരിക്കുന്നത്. ആഘോഷങ്ങളും ആർഭാടങ്ങളും ഇല്ലാത്ത വേളയിലും ഇടവകാംഗങ്ങളിലും നാട്ടുകാരിലും സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശമെത്തിക്കാൻ കഴിഞ്ഞതിന്റെ ആഹ്ലാദത്തിലാണ് യുവാക്കൾ. CCTV ന്യൂസ്, എരുമപ്പെട്ടി. എടക്കളത്തൂർ KCYMന്റെ നേതൃത്വത്തിൽ പുൽക്കൂടൊരുക്കി. തുടർച്ചയായ 21 വർഷമാണ് യുവാക്കളുടെ പരിശ്രമത്തിൽ പുൽക്കൂടൊരുക്കുന്നത്. 20ഓളം യുവാക്കളുടെ ഒരു മാസത്തെ പരിശ്രമത്തിലാണ് വർക്കിംഗ് മോഡലിൽ പുൽക്കൂട് സജ്ജമാക്കിയത്. സാന്താക്ലോസ് സമ്മാനപ്പൊതികളുമായി വരുന്ന രൂപമാണ് പള്ളിമുറ്റത്ത് നിർമ്മിച്ചിട്ടുള്ളത്. 15 അടി ഉയരത്തിലും വീതിയിലുമുള്ള മനോഹര രൂപം ഒരുക്കാൻ 40,000 രൂപയോളമാണ് ചിലവ് വന്നത്. നിരവധി പേരാണ് പള്ളിമുറ്റത്ത് നിർമ്മിച്ച വർക്കിംഗ് മോഡൽ പുൽക്കൂട് കാണാൻ എത്തുന്നത്. ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ വർഷവും നമ്മൾ വർക്കിംഗ് മോഡിലാണ് ചെയ്യാറ്. ഈ വർഷവും അതുപോലെ തന്നെ ഒരുപാട് ആസ്വാദകർക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും നമ്മൾ വർക്കിംഗ് മോഡിൽ ഒരു പാപ്പായുടെ ഒരു വലിയൊരു ഇത് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ KCYM അംഗങ്ങൾ, അതുപോലെ ഇടവക അംഗങ്ങൾ, ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ, ഇവരെല്ലാവരും നമുക്ക് വേണ്ടി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോവിഡിന്റെ പ്രതിസന്ധികൾക്കിടയിൽ വിദ്യാലയങ്ങൾ തുറന്ന് പ്രവർത്തിക്കാത്തതിനാൽ പഠനത്തിനൊപ്പം ആഘോഷങ്ങളും കുരുന്നുകൾക്ക് അന്യമായിരിക്കുകയാണ്. എന്നാൽ മറ്റം സെന്റ് മേരീസ് കോൺവെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനൊപ്പം ആഘോഷങ്ങൾക്കും അവധിയില്ല. ഓൺലൈൻ പഠനത്തിനൊപ്പം ആഘോഷങ്ങളും ഓൺലൈനായി സംഘടിപ്പിച്ച് കുരുന്നുകളിലെ കഴിവുകൾക്ക് മിഴിവേകുകയാണ് വിദ്യാലയത്തിലെ അധ്യാപകർ. ഓണാഘോഷവും കലോത്സവവും ഓൺലൈനായി സംഘടിപ്പിച്ചതിന് പിന്നാലെ ക്രിസ്മസ് ആഘോഷവും അവിസ്മരണീയമാക്കി മാറ്റിയിരിക്കുകയാണ് ഈ വിദ്യാലയത്തിലെ കുരുന്നുകൾ. കോവിഡ് കാലത്തും ജീവസുറ്റ പുൽക്കൂടും കരോൾ ഗാനങ്ങൾക്കനുസരിച്ച് ചുവടുവെച്ച പാപ്പമാരും ഉൾപ്പെടെ വിദ്യാലയത്തിലെ ക്രിസ്മസ് ആഘോഷം വേറിട്ട അനുഭവമാക്കി മാറ്റിയിരിക്കുകയാണ് കുട്ടിക്കൂട്ടം. നക്ഷത്രങ്ങളുടെ നിർമ്മാണവും വ്യത്യസ്തമായ പുൽക്കൂടൊരുക്കലും തുടങ്ങി വിവിധ പ്രവർത്തനങ്ങളിലൂടെ ക്രിസ്മസിനെ ഏറെ ആകർഷകമാക്കി മാറ്റുകയായിരുന്നു വിദ്യാർത്ഥികൾ.
സ്കൂൾ പ്രവർത്തിക്കുന്നില്ലെങ്കിലും ഓൺലൈൻ വഴി സംഘടിപ്പിച്ച ക്രിസ്മസ് ആഘോഷത്തിൽ ഭൂരിഭാഗം കുട്ടികളും ഭാഗഭാക്കായി. നമുക്ക് സന്തോഷം നൽകുന്നതിനായി, സമാധാനം നൽകുന്നതിനായി സ്വർഗത്തിൽ നിന്നും ഈശോ ഭൂമിയിൽ അവതരിച്ചു. ഈ അവസരത്തിൽ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, നന്മയുടെ, വിനയത്തിൻ്റെ പൂമരങ്ങളാക്കാം. എല്ലാവർക്കും ക്രിസ്മസിന്റെ ആശംസകൾ നേരുന്നു. ആഘോഷങ്ങൾക്ക് പ്രധാനാധ്യാപിക സിസ്റ്റർ അഞ്ജലി അരിമ്പൂർ, ആശ ടീച്ചർ, സിസ്റ്റർ ലിസി എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് കേച്ചേരി. പെങ്ങിയാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയിലെ MYM യൂത്ത് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് കരോൾ റോഡ് ഷോ 2020 നടത്തി. കോവിഡ് പ്രോട്ടോകോൾ പൂർണ്ണമായും പാലിച്ചാണ് യൂത്ത് അസോസിയേഷൻ പ്രസിഡന്റ് ഫാദർ എൽദോ ജോയ് മഴുവഞ്ചേരി പറമ്പത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തത്. അലങ്കരിച്ച വാഹനത്തിൽ പെങ്ങിയാമുക്ക്, കരിച്ചാൽ കടവ്, ആനപ്പറമ്പ്, ചിറയ്ക്കൽ, പഴഞ്ഞി, കാഞ്ഞിരത്തിങ്കൽ എന്നീ വഴികളിലൂടെ സഞ്ചരിച്ച് പെങ്ങിയാമുക്ക് യാക്കോബായ പഴയ പള്ളിയിൽ സമാപിച്ചു. MYM യൂത്ത് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് റിജൻ, സെക്രട്ടറി അനുമോൻ സി തമ്പി, ജോയിന്റ് സെക്രട്ടറി എബി കെ തമ്പി, ട്രഷറർ ജിജോ ജോർജ് തുടങ്ങിയ യൂത്ത് അസോസിയേഷൻ പ്രവർത്തകർ നേതൃത്വം നൽകി. വടക്കേക്കാട് നമ്പാടൻ ചാരിറ്റബിൾ ട്രസ്റ്റ് വൈലേരി പീടികപ്പടിയുടെ നേതൃത്വത്തിൽ ക്രിസ്മസിന് ഒരു പിടി അരി എന്ന മുദ്രാവാക്യമുയർത്തി പ്രദേശത്തെ തിരഞ്ഞെടുത്ത 450ഓളം കുടുംബങ്ങൾക്ക് അരി കിറ്റ് വിതരണം ചെയ്തു. കൊറോണ കാലത്ത് അതിജീവനത്തിനായി ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ വലിയ പെരുന്നാളിനും ഓണത്തിനും നമ്പാടൻ ട്രസ്റ്റിന്റെ നേതൃത്വം ഇത്തരത്തിലുള്ള ആശ്വാസ അരിക്കിറ്റ് വിതരണം നടത്തിയിട്ടുണ്ട്. രാജേഷ് നമ്പാടന്റെ അധ്യക്ഷതയിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അബ്ദുൾ റഹീം വീട്ടിപ്പറമ്പിൽ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബിജു പള്ളിക്കര, 3-ാം വാർഡ് മെമ്പർ KS ഷനിൽ, അപ്പു തുടങ്ങിയവർ ചേർന്ന് ആറ്റുപുറം സെന്റ് ആന്റണീസ് ദേവാലയം ഫാദർ ജിയോ ചെരടായിക്ക് അരിക്കിറ്റ് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് ഇടവക കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുത്ത വീടുകളിലേക്ക് അരിക്കിറ്റുകൾ എത്തിച്ചു നൽകി. ട്രസ്റ്റ് മെമ്പർമാരും ഇടവക കമ്മിറ്റി ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. BJP എരുമപ്പെട്ടി 2-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് കേക്ക് വിതരണം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് നാലുപുരയ്ക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. ജനറൽ സെക്രട്ടറി KG അനൂപ, ന്യൂനപക്ഷ മോർച്ച പഞ്ചായത്ത് പ്രസിഡന്റ് സീമോൻ ചെറുവത്തൂർ, സെക്രട്ടറി ജോയ്സൺ പുലിക്കോട്ടിൽ, അശോകൻ പതിയാരം, വാസുദേവൻ, മിഥുൻ എന്നിവർ നേതൃത്വം നൽകി. ചിറമനേങ്ങാട് സുവിധം ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ നിർധനരായവർക്ക് ക്രിസ്തുമസ് കേക്കും ധനസഹായ വിതരണവും നൽകി. ചിറമനേങ്ങാട് കുന്നമ്പത്തുകാവ് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സുവിധം പ്രസിഡന്റ് KT മണി അധ്യക്ഷനായി. രക്ഷാധികാരി ഗംഗാധരൻ നായർ കേക്ക് വിതരണവും ഫൗണ്ടേഷൻ മെമ്പർ PM മുരളി ധനസഹായ വിതരണവും നിർവഹിച്ചു. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ 2-ാം വാർഡ് മെമ്പർ രജിത അമ്മാട്ട്, 18-ാം വാർഡ് മെമ്പർ സൈബുന്നിസ ഷറഫു പന്നിത്തടം എന്നിവർ സംസാരിച്ചു. ജീവകാരുണ്യ സംഘടനാ സെക്രട്ടറി TV ഗോവിന്ദൻ സ്വാഗതവും സംഘടനാ ജോയിന്റ് സെക്രട്ടറി VK ഷാജി നന്ദിയും പറഞ്ഞു. വടക്കേക്കാട് നമ്പാടൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസിനോടനുബന്ധിച്ച് നിർധനർക്ക് അരി വിതരണം ചെയ്തു. അഞ്ഞൂർ ഇടവകയിലെ ഉപഭോക്താക്കൾക്ക് നടത്തിയ വിതരണത്തിന് ഫാദർ സോളി തട്ടിൽ, കൈക്കാരന്മാരായ ജോസ് ചെറുവത്തൂർ, ബാബു OC, ജോയ് വടക്കൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഹീം വീട്ടിപ്പറമ്പിൽ, ബ്ലോക്ക് മെമ്പർ കുഞ്ഞു മുഹമ്മദ്, വടക്കേക്കാട് പഞ്ചായത്ത് മെമ്പർ ഗിരീഷ് എന്നിവർ നേതൃത്വം നൽകി. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ യുവജന പ്രസ്ഥാനാംഗങ്ങൾ ഒരുക്കിയ ക്രിസ്മസ് നക്ഷത്രം ശ്രദ്ധേയമായി. ഓർത്തഡോക്സ് ക്രിസ്ത്യൻ യൂത്ത് മൂവ്മെന്റാണ് നക്ഷത്രം ഒരുക്കിയത്. കോവിഡ് കാലത്ത് സന്ദേശം ഒരുക്കി സജ്ജമാക്കിയ നക്ഷത്രം കാഴ്ചക്കാരെ ആകർഷിക്കുന്നുണ്ട്. അറിയിപ്പ്: കുന്നംകുളം സെന്റ് തോമസ് കിഴക്കേ പുത്തൻ പള്ളിയിലെ തിരുപ്പിറവി ശുശ്രൂഷകളുടെ തത്സമയ സംപ്രേഷണം വെള്ളിയാഴ്ച പുലർച്ചെ 2 മണി മുതൽ CCTV മൂവി ചാനലിൽ കുന്നംകുളം ഭദ്രാസന സഹായ മെത്രാപ്പൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിക്കും. കുന്നംകുളം അടുപ്പുട്ടിപ്പള്ളിയിലെ തിരുപ്പിറവി ശുശ്രൂഷകളുടെ തത്സമയ സംപ്രേഷണം പുലർച്ചെ മുതൽ CCTV പ്രാദേശികം ചാനലിലും കാണാം. കണ്ണാടിശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ K കരുണാകരൻ അനുസ്മരണം നടത്തി. DCC ജനറൽ സെക്രട്ടറി V വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് NA നൌഷാദ് അധ്യക്ഷത വഹിച്ചു. ജോസ് മാസ്റ്റർ, നിവാസ് മറ്റം, സബീന, ജേസൺ ചാക്കോ, ഷാജു തരകൻ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. കല്ലുംപുറം ചാലിശ്ശേരി പാതയിലെ പാഴ്ചെടികൾ യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. കവുക്കോട് പാലത്തിന് സമീപം കടവലൂർ പഞ്ചായത്ത് 3-ാം വാർഡിൽ ഉൾപ്പെടുന്ന പ്രദേശത്താണ് പാഴ്ചെടികൾ വളർന്ന് യാത്രക്കാർക്ക് ഭീഷണിയാകുന്നത്. എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് പാഴ്ചെടികൾ മൂലം കാഴ്ച മറയുന്നതാണ് അപകടത്തിന് ഇടയാക്കുന്നത്. മാലിന്യം തള്ളലും ഇവിടെ രൂക്ഷമാണ്. അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇനി നവമാധ്യമ കാഴ്ച. കാവൽക്കാരാണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അത് തെളിയിക്കുകയും വേണം. ഒന്നുകിൽ വേഷവിധാനത്തിലൂടെ അല്ലെങ്കിൽ അതിക്രമിച്ചു കയറുന്നവരെ തുരത്തി വേണം തെളിയിക്കാൻ. ഡേവിസ് ഒലക്കെങ്കിൽ നൽകിയ ദൃശ്യം.
സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം വിൽക്കുന്ന വില ഗ്രാമിന് 4670 രൂപ, ഗ്രാമിന് വാങ്ങുന്ന വില 4660 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. ചരമം. തിച്ചൂർ നെല്ലിക്കുന്ന് കോളനിയിൽ കോത നിര്യാതയായി 95 വയസ്സായിരുന്നു. മാധവൻ മകനാണ്. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. ചാലിശ്ശേരി അങ്ങാടി പള്ളി സ്കൂളിന് സമീപം കണ്ണനായിക്കൽ പരേതനായ ഉക്രുമകൻ വർഗീസ് നിര്യാതനായി 80 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി സെമിത്തേരിയിൽ നടക്കും. ലീല ഭാര്യയാണ്. ഗുരുവായൂർ ഇരിങ്ങിപ്പുറം വന്നേരി ജംഗ്ഷന് സമീപം കൊട്ടാരത്തിൽ കരുമത്തിൽ ബാലൻ നിര്യാതനായി 74 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ചന്ദ്രികയാണ് ഭാര്യ. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. മാനവകുലത്തിന്റെ പാപപരിഹാരത്തിനായി മണ്ണിൽ അവതരിച്ച വിണ്ണിലെ രാജകുമാരനെ വരവേൽക്കാനൊരുങ്ങി ലോകം. എളിമയുടെയും പരസ്പര സ്നേഹത്തിന്റെ വെളിച്ചം പകർന്ന കാലിത്തൊഴുത്തിൽ പിറവിയെടുത്ത ദൈവപുത്രന്റെ ജനനം കോവിഡ് നിയന്ത്രണങ്ങളോടെ ആഘോഷിക്കാനൊരുങ്ങി നാട്. CCTV പ്രേക്ഷകർക്ക് ആശംസകൾ നേർന്ന ഇടയശ്രേഷ്ഠർ. അന്തരിച്ച പ്രശസ്ത സിനിമാ സംവിധായകൻ ഷാനവാസ് നരണിപ്പുഴയ്ക്ക് ജന്മനാട് വീട് നൽകി. ഖബറടക്കം നടന്നത് നരണിപ്പുഴ റഹ്മാനിയ മസ്ജിദ് ഖബർസ്ഥാനിൽ. പൊതുരംഗത്തെ നിരവധി പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് വരുന്ന ഭക്തർക്കും വിവാഹ സംഘങ്ങൾക്കും കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി കളക്ടർ പുറത്തിറക്കിയ ഉത്തരവ് ഭേദഗതി ചെയ്തു. രോഗലക്ഷണങ്ങൾ ഉള്ളവർ സർട്ടിഫിക്കറ്റ് നൽകിയാൽ മതി. ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ 5 പേർക്ക് കൂടി കോവിഡ്. തൃശൂർ ജില്ലയിൽ 591 പേർക്ക് കൂടി രോഗം. കഴിഞ്ഞ ദിവസം കാണാതായ യുവാവിനെ എരുമപ്പെട്ടി കരിയന്നൂരിലെ കരിങ്കൽ ക്വാറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് ചിറ്റണ്ട തൃക്കണപതിയാരം അരിമണ്ണിൽ 23 വയസ്സുള്ള ആരോമൽ. കർഷകർക്ക് ആശ്വാസമായി വാഴാനി ഡാം തുറന്നു. ആറ്റത്ര പാടശേഖരങ്ങളിൽ വെള്ളമെത്തി. നടപടി CCTV വാർത്തയെ തുടർന്ന്. ഉദ്യോഗസ്ഥരുടെ കുറവ്. കുന്നംകുളത്ത് ലീഗൽ മെട്രോളജി ഓഫീസ് പ്രവർത്തനം താളം തെറ്റുന്നു. മീറ്റർ സീലിംഗിനായി എത്തിയ ഓട്ടോകൾ മൂലം ഗതാഗതം തടസ്സപ്പെടുന്നതും പതിവാകുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് CCTVonline.tv സന്ദർശിക്കുക. നമസ്കാരം.